ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ് ഒക്കെ പറ, സ്മാർട്ടായിട്ട് പറ. ഹായ് ഗൈസ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മലയാറ്റൂരിലോട്ട് പോവാണ് ഞങ്ങൾ ഓൺ ദ വേ ആണ്. ഇപ്പോൾ ഞങ്ങൾ കാറിൽ കയറിയിട്ട് ഒരു 1 hour ആവാറായിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൂട്ടിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാട്ടോ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് മലയാറ്റൂരിലോട്ടാണ്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. ഞങ്ങളൊക്കെ പനി പിടിച്ച് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യം തന്നെ അങ്ങോട്ട് മലയാറ്റൂർ പോകാം എന്ന് വെച്ചപ്പോൾ നമ്മൾ എയർപോർട്ട് വഴിക്കൂടെ പോയപ്പം അമ്പൂസിന് എയർപോർട്ട് അവിടെ പ്ലെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലെയിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ മലയാറ്റൂർ പോയിട്ട് ഞങ്ങൾ 2-3 ഡെസ്റ്റിനേഷൻസാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ല നടന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു എന്താ പറയുക പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉച്ച കഴിഞ്ഞിട്ടാണ് ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. സോ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ സ്പോട്ടിലും നമുക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം പോയത് അഭയാരണ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൂവിൻ്റെ പേരാണ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അഭയാരണ്യം എന്ന് പറഞ്ഞ സൂ ആണിത്. ഇതിൻ്റെ അകത്തോട്ടാണ് സൂ ഉള്ളത്. ഇവിടെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. 70 പെർ ഹെഡാണ് ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അധികം ആനിമൽസ് ആയിട്ടൊന്നും ഇല്ല. ബട്ടർഫ്ലൈയും പിന്നെ ഡിയറും പിന്നെ എലിഫൻസും ആണുള്ളത്. അതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. വെറൈറ്റി ഓഫ് ഡിയേഴ്സ്, വെറൈറ്റി ഓഫ് എലിഫൻറ്റ്. പിന്നെ എലിഫൻ്റ് അറിയാലോ, നോർമലായിട്ട് നമ്മുടെ നാടൻ എലിഫൻസ് ഉണ്ട്. പിന്നെ ബട്ടർഫ്ലൈ മാത്രമേ ഉള്ളൂ. ബട്ടർഫ്ലൈസിനൊന്നും കാണാനുണ്ടായിരുന്നില്ല അവിടെ. അതുപോലെ ഇങ്ങനെ പറന്ന് അവിടെ ഇവിടേക്കോ എന്തൊക്കെയോ കാണാം എന്നുള്ളത്. വേറെ ബട്ടർഫ്ലൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ നടക്കാനുണ്ട് കേട്ടോ, അകത്തോട്ട് ശരിക്കും നടക്കാനുണ്ട്. നമ്മൾ നല്ല ടയേർഡാവും ഈ ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ. നമ്മൾ നല്ല ടയേർഡാവും. ഞങ്ങൾ ഉച്ചയ്ക്കാണ് പോയത്. എറണാകുളത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ മാക്സിമം ഒരു 1 hour ഉള്ളൂ അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ലതായിട്ട് ടയേർഡായിട്ടുണ്ട്. ഇവിടെ എത്തി. ഇതിൻ്റെ പേരെന്തായിരുന്നു? അപ്പോൾ ഞങ്ങളിപ്പോൾ സൂവിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൂവിൽ പോവുകയാണ്. അവിടെ എലിഫൻറ്റ് ക്യാമ്പൊക്കെ ഉണ്ട്. അതിൽ പോകേണ്ട ആനത്താവളം. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മുടെ ആനത്താവളം. ഇവിടെ നിന്നൊരു 400 മീറ്റർ നമുക്ക് ആനത്താവളത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 400 മീറ്ററിൻ്റെ അടുത്ത് ഒരു ആനത്താവളമുണ്ട്. അവിടെ നമുക്ക് എല്ലാ ആനേനെയും കാണാൻ പറ്റും. ഇവിടെ അമ്പുവാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓട്ടം തുടങ്ങി. ഇവിടെ വന്ന് പരിചയപ്പെട്ട ഏത് കുട്ടികളാണ്. അപ്പോൾ അമ്പൂസ് അവിടെ ഫുള്ള് കുറേ ഫ്രണ്ട്സായിട്ട് കളിച്ചു തുടങ്ങി. അവരൊക്കെ പോയപ്പോഴത്തേക്ക് അവൻ സ്വാഭാവികമായിട്ട് ടയേർഡാവാൻ തുടങ്ങി. ഇതാണ് ഇവിടുത്തെ ഡിയറിൻ്റെ വെറൈറ്റി ഓഫ് ഡിയറാണിത്. കുറേ ഡിയറുണ്ട്. ഇഷ്ടം പോലെ ഡിയേഴ്സ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ അവിടെ അടങ്ങി പമ്മി ഇങ്ങനെ കിടക്കും. അപ്പം അമ്പു ഡിയേഴ്സിനെ കണ്ടപ്പോഴത്തേക്ക് അമ്പുന് ഭയങ്കര എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചത് ടൈഗർ എവിടെയാണെന്നാണ് അവൻ ചോദിച്ചത്. കാരണം അങ്ങനെയാണല്ലോ, ലയനും ഡിയറും ഇങ്ങനെ ഓടുന്ന വീഡിയോസൊക്കെ ഒരു കാർട്ടൂൺസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഓഫ് ഇതുണ്ടായിരുന്നു. ഇതുണ്ട് സാമ്പാർ ഡിയർ എന്നാണ് ഈ ഡിയറിൻ്റെ പേര്. അങ്ങനെ ഡിയേഴ്സിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് നടന്ന് പോയിട്ട് ലെഫ്റ്റൊക്കെ എടുത്ത് പോകുമ്പോഴാണ് നമ്മൾ ആനത്താവളത്തിലോട്ട് കയറുന്നത്. ഇവിടെ ആണെങ്കിൽ കുറേ ആനയുണ്ട്. ഈ ആനയാണ് ഈ കൊടുത്തിട്ട് സുന്ദരി കുട്ടി ആന. ഏറ്റവും യങ്ങറായിട്ടുള്ള ആനയാണ് കേട്ടോ ഇത്. വെള്ളം കൊണ്ടൊക്കെ പോകണം, നല്ലതായിട്ട് നടക്കാനുണ്ട്. ചൂടത്തും കൂടെ ഇങ്ങനെ കണ്ടതാണ്. ചൂടത്തും കൂടെ ആയിട്ട് നല്ലതായിട്ട് കുഴങ്ങും. ഇത് നമ്മുടെ ആനത്താവളമാണ്. ഇവിടെ കുറേ ആനാസുണ്ട്. കുറേ പേരെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ട്. ഈർത്തൊലിച്ച് അമ്പുക്കുട്ടന് ഒട്ടും വയ്യ നടക്കുക. അമ്പൂസ് കുറേ നേരം അമ്പൂസിനെ എടുത്ത് വരുന്നില്ലേ? എടുക്കണോ? എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ട ആനയാണ് ഇവിടുത്തെ ഏറ്റവും യങ്ങറായിട്ടുള്ള ആന കേട്ടോ. പാർവതി എന്നാണ് ആനയുടെ പേര്. ഗേളാണ്, പിടിയാനാണ്. പാർവതിയാണ്. 21 years ഓൾഡുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ പുള്ളിക്കാരി അവിടെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി കുളിച്ചിട്ട് വന്നു. ഇത് കുഞ്ഞ് 21 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്യൂട്ട്നെസ്സും സുന്ദരിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ് കാണാൻ. കുറച്ച് മുടിയും നല്ല സുന്ദരിയാണ്.
അപ്പോൾ കുളിക്കാൻ പോയിട്ട് വന്നപ്പം നമുക്ക് ഇത്ര അടുത്തിങ്ങനെ വ്യൂ കാണാൻ പറ്റും. അപ്പം നമുക്കങ്ങനെ കാണാൻ പറ്റും. തുമ്പിക്കൈയൊക്കെ ഭയങ്കര സേഫായിട്ട് വെച്ചേക്കുവാണ്. കുളിച്ചിട്ട് വന്നതാണല്ലോ, അപ്പോൾ തറയിൽ തട്ടി അഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുമ്പിക്കൈ തറയിലൊന്നും തട്ടാതെ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുപോവാണ്. അതിന് മുമ്പ് അവിടെ വെച്ചിട്ട് അവിടെ കിടത്തി പൊടിയൊക്കെ അടുപ്പിച്ചുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സുഖമായിട്ട് മസാജ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യും. അടിക്കും മീൻസ് പൊടി അടിച്ചു കൊടുക്കും. നല്ല പൊടിയുണ്ട് ഇതിനകത്ത്. പക്ഷെ അതിന് സുഖമായിട്ട് അവിടെ നിന്ന് കിടക്കും. അങ്ങനെ തന്നെ കുളിച്ചപ്പോൾ അതിന് ഭയങ്കര സമാധാനമായി. അതെ അതെ, വെള്ളം കുടിക്കാൻ ഞങ്ങൾ വന്നതാ, ജ്യൂസ് കുടിക്കാൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത പോയത് മലയാറ്റൂരിലെ താഴത്തെ പള്ളിയിലാണ്. ആ പള്ളിക്കാരുടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല. അവിടെ പ്രാർത്ഥന നടക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെ, അവിടെ നമ്മൾ പള്ളിയുടെ കയറാതെ തന്നെ എൻട്രൻസ് തന്നെ സൈഡിലോട്ടൊരു എൻട്രൻസ്. അവിടെ പോയി നമുക്ക് ഡയറക്റ്റ് പെരിയാർ നദിയിൽ കുളിക്കാനൊക്കെ പറ്റും. നല്ല വ്യൂ പോയിൻ്റാണ്, അടിപൊളി. ഞങ്ങൾ പോയത് ഏറ്റവും വെർത്തായിട്ട് ഫീൽ ചെയ്ത ഇതായിരുന്നു. കാരണം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വെള്ളമാണ്, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അമ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്കായാലും ഈ ചൂടത്തില്ലേ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര കൂളായിട്ട് ഫീൽ ചെയ്തു. നല്ല സമാധാനമായിട്ട് അവിടെ നിന്ന് അവൻ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. വെള്ളത്തിൽ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അവിടെ നല്ല സേഫാണ്. നമ്മുടെ ഉണ്ടാവും ഇപ്പം നിൽക്കുമ്പോൾ തന്നെ അറിയാം, അത്രേ ഉള്ളൂ വെള്ളത്തിൻ്റെ താഴ്ച. അവിടെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട്, ഒരു ഡേഞ്ചറിൻ്റെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു ഡേഞ്ചറാണ്. പക്ഷെ നമ്മൾ അവിടെ പോലും പോയില്ല. ഇതിൻ്റെ പകുതിയുള്ളൂ. ഇവിടെ തന്നെ കല്ലുണ്ട്, പാറക്കല്ലുണ്ട്. പാറക്കെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഒരു പ്രശ്നമില്ല. കുട്ടികളാണെങ്കിൽ ഫ്രീ ആയിട്ട് നോക്കിയാൽ കഴിഞ്ഞാൽ അവൻ തന്നെ മുങ്ങി പോവാത്ത അത്രയും ഉള്ളൂ വെള്ളം. എന്നാൽ ഞങ്ങൾ അവിടെ പറഞ്ഞു അവനെ പിന്നെ തിരിച്ച് കൊണ്ടുവരാനായിരുന്നു കുറേ പാടുപെട്ടത്. അവനവിടെ നന്നായിട്ട് കുളിച്ച് അവൻ നല്ല കുഴഞ്ഞിരിക്കുമായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞെല്ലാം അവിടെ നിന്ന് കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പള്ളിയിൽ കയറി തൊഴുതു, ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പം വണ്ടി ഇരുന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരാൻ വയ്യ. അപ്പോഴത്തേക്കും തന്നെ നല്ല ക്ഷീണിച്ചു അവൻ. ഇറങ്ങി വരാൻ വയ്യ. ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ട് നമ്മൾ എറണാകുളത്ത് പാലാരെന്ന് പറഞ്ഞ കടവന്ത്രയിലുള്ള ഒരു മൾട്ടി കുസൈനായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. അവിടെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നല്ല ക്ഷീണിച്ചു. ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഹായ് ഗൈസ്, പറ മോനെ. ഞങ്ങളപ്പോൾ ഇനി ഹോംവർക്കായിട്ട് ബ്രിഡ്ജ് വരയ്ക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രിഡ്ജ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ പറ. ബൈ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.